ക്രൂശിത രക്ഷക വിമോചന. കർത്താവ് തന്റെ പദ്ധതി, തന്നെ ഏൽപ്പിച്ച തന്റെ ദൗത്യം മുഴുവനും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് കാൽവരിയുടെ നെറുകയിൽ ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ പൂർത്തിയാക്കി. ഒന്നിനോട് ഉപേക്ഷ വെച്ചില്ല. സഹനങ്ങള് അല്ലെ, കുരിശുമരണം, പീഡാസഹനം, എന്തെല്ലാം സഹനങ്ങളിലൂടെ, എന്തെല്ലാം തിക്താനുഭവങ്ങളിലൂടെ, എന്തെല്ലാം ഇങ്ങനെ വിഭജിക്കപ്പെട്ട, മുറിവേൽപ്പിക്കപ്പെട്ട, തകർക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ യേശു കടന്നുപോയി. അതെല്ലാം ദൈവഹിതമായിരുന്നു എന്ന് മനസ്സിലാക്കി അതെല്ലാം തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഈശോയ്ക്ക് തന്റെ തല ചായ്ക്കുന്നതിന് മുമ്പ്, തന്റെ മരണത്തിന് മുമ്പ് ഇങ്ങനെ പറയാൻ പറ്റി, അപ്പാ എല്ലാം പൂർത്തിയായിരിക്കുന്നു. നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഈ ഒരു കൊണോട്ടേഷനിലല്ലെന്നേ ഉള്ളൂ. നമ്മൾ പറയാം, ആ എല്ലാം പൂർത്തിയായിച്ച, എല്ലാം പൂർത്തിയായി. അതുകൊണ്ട് വേറെ നെഗറ്റീവ് കൊണോട്ടേഷനില്ല. കർത്താവ് സംസാരിച്ച അങ്ങനെയല്ല. എന്നെ ഏൽപ്പിച്ചിരുന്ന, സ്വർഗം എൻ്റെ മേൽ എടുത്ത സകല തീരുമാനങ്ങളും സകല പദ്ധതികളും എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ച ലോകത്തിന്റെ രക്ഷ എന്നിലൂടെ ഇതാ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാം പൂർത്തിയായി. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയാൻ പറ്റും, ഞാൻ നന്നായിട്ട് ഓടി, ഞാൻ എൻ്റെ ജീവിതം നന്നായിട്ട് ഓടി, ഞാൻ എൻ്റെ ജീവിതം നന്നായിട്ട് ഓടി. അധ്വാനിക്കേണ്ടതുപോലെ അധ്വാനിച്ചു, കഷ്ടപ്പെടേണ്ടതുപോലെ കഷ്ടപ്പെട്ടു, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചു, വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടതുപോലെ ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചു, ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ ഞാൻ സ്നേഹിച്ചു. മനസ്സിലായോ? അപ്പൊ എൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഇന്നലകളിൽ ഞാൻ നന്നായി ജീവിച്ചതിന്റെ ഒരു ആനന്ദം, ഒരു ചാരിതാർത്ഥ്യം മോനെ നിന്റെ മനസ്സിലുണ്ടോ ഇപ്പോ? അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ, പരാജയങ്ങളുടെ അല്പം കൂടി നന്നായിട്ട് ജീവിക്കാമായിരുന്നു, അല്പം കൂടി നന്മയായിട്ട് പെരുമാറാമായിരുന്നു, അല്പം കൂടി അധ്വാനിക്കാമായിരുന്നു, അല്പം കൂടി ജീവിതത്തിൽ കഷ്ടപ്പെടാമായിരുന്നു, അല്ലെ? പലതും നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ഒരല്പം കൂടി അധ്വാനിച്ചിരുന്നെങ്കിൽ എനിക്ക് പാസ്സാകാമായിരുന്നു. ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ മനസ്സിലാക്കുന്ന അതിന്റെ ഭാരം നമുക്കുണ്ടാകുന്ന നഷ്ടപ്പെട്ടതിന് ശേഷം. നഷ്ടപ്പെടുന്നതിന് മുമ്പേ ഭാരം കിട്ടിയാലുണ്ടല്ലോ, അത് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എന്ന് പറയുന്നത് പോലെ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തെ പ്രതിയുള്ള ഒരു ഭാരം നമുക്ക് കിട്ടിയാൽ, നിത്യരക്ഷയെ പ്രതിയുള്ള ഒരു ഭാരം കിട്ടിയാൽ, നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഒരു ഭാരം കിട്ടിയാൽ, ജീവിച്ചിരിക്കുമ്പോഴേ അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ പിന്നെ നമ്മൾ വിലപിക്കേണ്ടി വരില്ല. ഇന്നലകളെ ഓർത്ത് നമുക്കൊരിക്കലും വിലപിക്കേണ്ടി വരില്ല. നമ്മളിൽ പലരും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലകളെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുക, ഇന്നലകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക, ഇന്നലകളുടെ പരാജയങ്ങളെ ഓർത്ത്, നഷ്ടങ്ങളെ ഓർത്ത്, വേർപാടുകളെ ഓർത്ത്, സങ്കടങ്ങളെ ഓർത്തൊക്കെ കരയുകയും വിലപിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഇവിടെയാണ് പൗലോസ്ലീഹ നമുക്ക് വലിയ മാതൃകയാകുന്നത്. ഇവിടെയാണ് ഈശോ നമുക്ക് മാതൃകയാകുന്നത്. അതാത് സമയത്ത് പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവത്തിന്റെ സ്വപ്നങ്ങൾ, തൻ്റെ തന്നെ സ്വപ്നങ്ങളല്ല, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിരന്തരം പൂർത്തീകരിച്ചവരാണ് ഇവരൊക്കെ. യേശു തൻ്റെ ജീവിതത്തിൽ നിരന്തരം തൻ്റെ പിതാവിന്റെ ഹിതം പൂർത്തീകരിച്ചവനാണ്. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലുടനീളം കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി തൻ്റെ സ്വപ്നങ്ങളെ ബലികഴിച്ചുകൊണ്ട്, തൻ്റെ ഇഷ്ടങ്ങളെ, തൻ്റെ ആഗ്രഹങ്ങളെ ഉച്ഛിഷ്ടം പോലെ കരുതിയിട്ട് കർത്താവിനെ സ്വന്തമാക്കുന്നത് എല്ലാം നേട്ടമാണ് എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ശേഷിക്കുന്ന ജീവിതം മുഴുവനും അധ്വാനിച്ചവനാണ്, കഷ്ടപ്പെട്ടവനാണ് ആര്? പൗലോസ്ലീഹ. അതുകൊണ്ട് തൻ്റെ മരണത്തോടടുത്തപ്പോ, തൻ്റെ മരണം ആസന്നമായപ്പോ, തൻ്റെ മരണത്തെ മുന്നിൽ കാണാൻ തുടങ്ങിയപ്പോ പൗലോസ്ലീഹ ഇങ്ങനെ ആശ്വാസത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി പറയുക, യെസ്, ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ നന്നായിട്ട് പൊരുതി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. എന്നിട്ടാ പറയുന്നത്, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു എന്ന് പറഞ്ഞാൽ ഈ ഓട്ടത്തിൽ എങ്ങും എൻ്റെ വിശ്വാസം ഞാൻ കളഞ്ഞില്ലെന്ന്. അങ്ങനെയൊക്കെ വിശ്വാസം ക്ഷയിക്കാതെ, വിശുദ്ധ ജീവിതം അപകടത്തിലാകാതെ, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്താതെ, ദൈവത്തോടുള്ള ബന്ധം ഒരിക്കലും കളഞ്ഞു കുടിക്കാതെ നിരന്തരമായി ഓടുക എന്ന് പറഞ്ഞാൽ, മക്കൾ, അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ പൗലോസ്ലീഹ പറയുമ്പോൾ അതത്ര എളുപ്പമായിട്ട് കരുതരുത്. പക്ഷെ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ച സത്യമാണ്. അങ്ങനെയെങ്കിൽ ഇതെന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാണെന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ
വിശ്വാസ ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ ഒക്കെ അന്ത്യത്തോളം എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, യെസ് ലോർഡ്, കർത്താവേ, ഇന്നോളം എൻ്റെ വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചു. എൻ്റെ ദൈവമേ, ഇന്നോളം എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ ഞാൻ ഇടറാതെ പതറാതെ വീണുപോകാതെ പിടിച്ചു നിന്നു. ദൈവമേ, നിന്നോടുള്ള ബന്ധത്തിൽ ഒരു മാന്ദ്യം സംഭവിക്കാതെ ഇന്നോളം ഞാൻ ജീവിച്ചു. കണ്ണു തുറന്നേ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. മക്കളെ, ഇത് തമ്പുരാന്റെ സാന്നിധ്യമാണ്. യേശുവിന്റെ സാന്നിധ്യം ഉള്ളിടത്തൊക്കെ പിശാചിന് നിൽക്കാൻ പറ്റില്ല. അവനറിയാം എവിടെയൊക്കെ യേശുവിന്റെ സാന്നിധ്യമുണ്ടോ, എന്നിട്ട് നമുക്കറിയാവുന്നതിനേക്കാളും ശക്തമായി ദൈവിക സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റുന്നത് തിന്മയ്ക്കാണ്, പിശാചിന്. അതുകൊണ്ട് നീ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിന്റെ മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയ്ക്ക് നിങ്ങളുടെ മേലുള്ള അധികാരമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരാധനയുടെ നിമിഷങ്ങളെ അലങ്കോലപ്പെടുത്താൻ പിശാച് ശ്രമിക്കും. എപ്പോഴും ദൈവാരാധനയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തുക എന്നുള്ളത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ഈ സാന്നിധ്യം ഇത് സൗഖ്യത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും വിടുതലിന്റെയും സാന്നിധ്യമാണ്. പത്ത് 18 വർഷത്തോളം കൂനിപ്പോയ ഒരു സ്ത്രീ കർത്താവിന്റെ അടുത്ത് വന്നു. കർത്താവ് ചെയ്തെന്താണെന്നറിയാം, അവളിൽ കുടികൊണ്ടിരുന്ന പൈശാചിക ശക്തിയെ ശാസിച്ചു, ബന്ധിച്ചു, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ തന്നെ 18 വർഷമായിട്ട് കൂനി നടന്നവൾ എഴുന്നേറ്റ് നിന്നു. അവളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന ആ രോഗത്തിന്റെ അടിസ്ഥാന കാരണമായ തിന്മയെ ശാസിച്ചപ്പോ, ബന്ധിച്ചപ്പോ, അഴിച്ചുവിട്ടപ്പോ അവള് സ്വതന്ത്രയായി എഴുന്നേറ്റ് നിന്നു. മക്കളെ, പാപം മൂലം കൂനിപ്പോയ ജീവിതമാണോ നമ്മുടേത്? പാപം മൂലം തിന്മ അധികാരമെടുത്തു വെച്ചിരിക്കുന്ന ജീവിതമാണോ എന്റെയും നിങ്ങളുടേത്? പുറത്തു വരാൻ പറ്റണില്ലേ? എത്ര ശ്രമിച്ചിട്ടും ചിലതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റണില്ലേ? എത്ര ആഗ്രഹിച്ചിട്ടും ചില മേഖലകളിൽ നിരന്തരം വീണുപോകുന്നുണ്ടോ? മക്കളെ, വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ കടന്നുപോകുന്നുവെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ നിമിഷം ഈശോ വാഗ്ദാനം ചെയ്യുന്ന വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. നിശ്ചയമായും തമ്പുരാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. ഈ കർത്താവിന് എന്റെ ജീവിതത്തിൽ വിടുതൽ നൽകാൻ പറ്റുമെന്ന് വിശ്വസിക്ക്. കാൽവരിയുടെ നെറുകയിൽ പൈശാചിക ശക്തിയുടെ സകല അധികാരങ്ങളെയും നിർവീര്യമാക്കിയവൻ, നിരായുധമാക്കിയവൻ, തകർത്ത് കളഞ്ഞവൻ, ആ കർത്താവിന് നിന്റെ ജീവിതത്തിൽ നീ അധികാരം കൊടുത്താൽ മതി. പിശാച് നീ കൊടുത്ത യജമാനത്വം തിരികെ എടുക്ക, കർത്താവിനെ ഏൽപ്പിക്കുക. നിന്റെ വീടിന്റെ മേല്, നിന്റെ കുടുംബത്തിന്റെ മേല്, നിന്റെ മക്കളുടെ മേല്, നിന്റെ ജീവിതത്തിന്റെ മേൽ, നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ മേല്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മേല്, വിശ്വാസ ജീവിതത്തിന്റെ മേല് പിശാചിന് കൊടുത്ത അധികാരങ്ങളെ മക്കളെ തിരിച്ചു പിടിക്കുക. Exchange the ownership given to Satan. Give to Jesus. കർത്താവിന് കൊടുത്ത് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത ആ മേഖലകളിലെല്ലാം വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷം തമ്പുരാന് നന്ദി പറയാം. ഈ ദിവസക്കാലത്തെ ഓർത്ത് നന്ദി പറയാം. ഒരാഴ്ചക്കാലത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. കർത്താവെ, എന്നെ, എൻ്റെ കുടുംബത്തെ നീ ആശീർവദിക്കണമേ, എല്ലാ തിന്മകളിൽ നിന്നും വിമോചനം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,